അഹല്യാമോക്ഷം സാധ്യമായതിനു ശേഷം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോടായി പറഞ്ഞു, ബാലകന്മാരെ, സമയം കളയാതെ നമുക്ക് മിഥിലാപുരിയിലേക്ക് പോകാം. അവിടെ ചെന്ന് യാഗവും ശിവന്റെ വില്ലും കണ്ടതിന് ശേഷം വേഗത്തിൽ നമുക്ക് അയോധ്യയിൽ മടങ്ങിയെത്തി നിങ്ങളുടെ പിതാവിനെ കാണാം. അങ്ങനെ അവർ ഗംഗാനദി കടന്ന് മിഥിലാപുരിയിൽ പ്രവേശിച്ചു. വിശ്വാമിത്ര മഹർഷി രാജകുമാരന്മാരുമായി എത്തിയിട്ടുണ്ടെന്ന വാർത്തയറിഞ്ഞ് ജനക മഹാരാജാവ് അതീവ സന്തോഷത്തോടെയും ആദരവോടെയും പൂജാദ്രവ്യങ്ങളും എടുത്ത് കുലഗുരുവായ സദാനന്ദനോടൊപ്പം മഹർഷിയെ സ്വീകരിക്കാനായി അതിഥി മന്ദിരത്തിലേക്ക് ഓടിയെത്തി. അവിടെ എത്തിയ ജനക മഹാരാജാവ് പൂജകൾ കഴിഞ്ഞ് അതീവ വിനയത്തോടെ ആചാരപൂർവ്വം നിൽക്കുന്ന രാമലക്ഷ്മണന്മാരെ കണ്ടു. ചന്ദ്രനെയും സൂര്യനെയും പോലെ തിളങ്ങുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ രൂപമുള്ള ആ രാജകുമാരന്മാരെ കണ്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം വിശ്വാമിത്രനോട് ചോദിച്ചു, മഹർഷി, മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സാക്ഷാൽ നാരായണന്മാരാണോ ഈ നിൽക്കുന്നത്? അതീവ സുന്ദരന്മാരായി ഇവർ ആരാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തന്നാൽ. ജനകന്റെ ചോദ്യം കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, രാജാവേ, അങ്ങ് വിശ്വസിച്ചാലും ഇവർ വീരനായ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണ്. മൂത്തവനായ ശ്രീരാമനും മൂന്നാമത്തെ മകനായ ലക്ഷ്മണനുമാണ്. എന്റെ യാഗത്തെ സംരക്ഷിക്കാനായി ഇവരെ ഞാൻ അയോധ്യയിൽ നിന്ന് കൂടെ കൂട്ടിയതാണ്. കാട്ടിൽ വെച്ച് ഭയങ്കരിയായ താടക എന്ന രാക്ഷസിയെ രാമൻ ഒരൊറ്റ അമ്പുകൊണ്ട് വധിച്ചു. തുടർന്ന് സിദ്ധാശ്രമത്തിലെ യാഗം ഒരു മുടക്കവും കൂടാതെ ഇവർ കാത്തുരക്ഷിച്ചു. വഴിമധ്യേ തന്റെ കാൽപാദത്തിലെ പൊടികൊണ്ട് ഗൗതമ പത്നിയായ അഹല്യയുടെ പാപങ്ങൾ തീർത്ത് അവളെ പരിശുദ്ധിയാക്കിയതും ഈ രാമനാണ്. ഇപ്പോൾ ഇവിടുത്തെ ശിവധനുസ് കാണാൻ ഈ കുട്ടികൾക്ക് വലിയ ആഗ്രഹമുണ്ട്. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട ജനക മഹാരാജാവ് അതീവ സന്തുഷ്ടനായി. സദ്ഗുണ സമ്പന്നരായ രാജകുമാരന്മാരോട് രാജാവിന് കൂടുതൽ സ്നേഹവും ബഹുമാനവും തോന്നി. തുടർന്ന് ഒട്ടും വൈകാതെ ജനകൻ തന്റെ മന്ത്രിയെ സജീവനെ അരികിലേക്ക് വിളിച്ചു. കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന പരമേശ്വരന്റെ ആ ദിവ്യമായ വില്ല് ഉടൻ തന്നെ സഭയിലേക്ക് എടുത്തുകൊണ്ടുവരാൻ ജനക മഹാരാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു. ശിവധനുസ് എങ്ങനെയാണ് ജനക മഹാരാജാവിന് ലഭിച്ചതെന്നറിയണ്ടേ? ആ കഥ കൂടി പറയാം. ഒരിക്കൽ ദക്ഷ പ്രജാപതി നടത്തിയ യാഗത്തിൽ അവർ ശിവനെ അവഗണിച്ചു. അതിൽ കോപിതനായ ശിവൻ തന്റെ മഹാവിലായ പിനാക്കം കയ്യിലെടുത്ത് ദേവന്മാരെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ദേവന്മാരുടെ പ്രാർത്ഥനയെ തുടർന്ന് ശിവൻ കോപമടക്കി ശാന്തനായി. അപ്പോൾ ദേവന്മാർ ആ മഹാവിൽ സംരക്ഷിക്കാനായി ജനകവംശത്തിലെ ഒരു പൂർവികനായ രാജാവിനെ ഏൽപ്പിച്ചു. അങ്ങനെ അത് തലമുറകളിലൂടെ മിഥിലാ രാജവംശത്തിൽ സൂക്ഷിക്കപ്പെട്ടു. പിന്നീട് സീത തന്റെ കുട്ടിക്കാലത്ത് ആ വില്ലിന്റെ പെട്ടി അനായാസം നീക്കി. അത് കണ്ട് ജനകൻ ഒരു ശപഥം ചെയ്തു, ഈ വില്ലിൽ ചരട് കെട്ടാൻ കഴിയുന്ന ഒരു വീരന് മാത്രമേ സീതയെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന്. രാജാവിന്റെ കൽപ്പന അനുസരിച്ച് മന്ത്രി തന്റെ വേലക്കാരൻ നിയോഗിച്ചു. ആയിരക്കണക്കിന് ചെറിയ മണികൾ ഘടിപ്പിച്ച, കാണുമ്പോൾ തന്നെ ഭയഭക്തി ബഹുമാനം തോന്നുന്ന ആ വലിയ ധനുസ്, ശിവധനുസ് അവർ സഭയിലേക്ക് ചുമന്നു കൊണ്ടുവന്നു. ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് പറഞ്ഞു, സുന്ദരനും താമരക്കണ്ണനുമായി രാഘവൻ ഈ വില്ലെടുത്ത് കുലച്ച് ഒടിക്കുകയാണെങ്കിൽ ഇവൻ തന്നെയാണ് എന്റെ മകൾക്ക് അനുയോജ്യനായ ഭർത്താവ് എന്ന്. ശിവന്റെ ആ പള്ളിവിൽ കണ്ടയുടൻ ശ്രീരാമൻ മനസ്സാ വന്ദിച്ചു. തുടർന്ന് വിശ്വാമിത്ര മഹർഷിയോട് കൗതുകത്തോടെ ചോദിച്ചു, ഗുരു, ഞാൻ ഈ വില്ലൊന്ന് എടുക്കട്ടെയോ? ഇതിൽ ഞാൻ കുലച്ച് വരിക്കട്ടെയോ? അത് കേട്ട വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, ഒട്ടും മടിക്കണ്ട. നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നീ ചെയ്തുകൊള്ളുക. ഇതിലൂടെ ഒരു ശുഭവിവാഹം നടക്കട്ടെ. മഹർഷിയുടെ വാക്കുകേട്ട് ശ്രീരാമൻ മന്ദഹാസത്തോടെ വില്ലിനടുത്ത് നടന്നു ചെന്നു. ജ്വലിക്കുന്ന തേജസ്സോടെ ആ വില്ല് കൈകളിലെടുത്ത് അനായാസേന കുലച്ചു വലിച്ച നിമിഷം ഭയങ്കര ശബ്ദത്തോടെ വില്ല് രണ്ടായി ഒടിഞ്ഞു വീണു. ഇടിവെട്ടുന്നത് പോലുള്ള ഒച്ചകെട്ട് മറ്റ് രാജാക്കന്മാർ ഭയന്നു വിറച്ചു. ഭൂമിയും ആകാശവും വിലകൊണ്ട് ജനങ്ങൾ വിസ്മയഭരിതരായി. സന്തോഷം കൊണ്ട് ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തുകയും അപ്സരസുകൾ നൃത്തം ചെയ്യുകയും ചെയ്തു. ജനക മഹാരാജാവ് ആനന്ദത്തോടെ ശ്രീരാമ ഭഗവാനെ ഗാഠമായി പുണർന്നു. രാമന്റെ വീരകൃത്യം കണ്ട് സീതാദേവി അതീവ സന്തുഷ്ടയായി. തോഴിമാരും മാതാക്കളും ചേർന്ന് സീതയെ സർവാഭരണ വിഭൂഷിതയായ സുന്ദരിയാക്കി ഒരുക്കി സഭയിലേക്ക് ആനയിച്ചു. സ്വർണ്ണവർണ്ണമുള്ളവളും അതീവ മനോഹരിയുമായ സീത ലജ്ജയോടും വിനയത്തോടും കൂടി കയ്യിൽ സ്വർണ്ണമാലയുമായി ശ്രീരാമന്റെ മുന്നിലെത്തി. അവൾ പുരുഷോത്തമനായ ശ്രീരാമന്റെ കഴുത്തിൽ ആ വരണമാലയും ചാർത്തി. ഈ സുന്ദരമായ കാഴ്ച കണ്ടു നിന്നവരെല്ലാം പരമാനന്ദത്തിന്റെ കടലിൽ ആറാടി. തുടർന്ന് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, മഹർഷി, ഇനി ഒട്ടും സമയം കളയാതെ ദശരഥ മഹാരാജാവിനെ ഈ ശുഭവാർത്ത അറിയിക്കാനായി നമുക്ക് ദൂതന്മാരെ അയക്കണം. അദ്ദേഹം വന്ന് ഈ വിവാഹം ഭംഗിയായി നടത്തിത്തരട്ടെ. വിശ്വാമിത്രന്റെ അനുവാദത്തോടെ മിഥിലാധിപനായ ജനകൻ ദൂതന്മാരെ അയോധ്യയിലേക്ക് അയച്ചു.
കത്തുമായി ചെന്ന ദൂതന്മാരിൽ നിന്ന് വിവരമറിഞ്ഞ ദശരഥൻ അതിയായി സന്തോഷിച്ചു.